മറ്റൊരു മഴക്കെടുതിയുടെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്ത് കാറ്റിലും മഴയത്തും മരം വീണ് പോലീസുകാർക്ക് പരിക്കേറ്റു. പേരൂർക്കട SAP ക്യാമ്പിലാണ് സംഭവം. 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശാലിനി ചേരുന്നു. ശാലിനി, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ആരോഹിണി, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം തിരുവനന്തപുരം SAP ക്യാമ്പിൽ ഉണ്ടാകുന്നത്. 3 പോലീസുകാർക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ക്യാമ്പിന് സമീപത്തുണ്ടായിരുന്ന ഇവർ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവർ വിശ്രമിക്കുന്ന ഇവരുടെ മുറികൾക്ക് സമീപം ഉണ്ടായിരുന്ന ഒരു മരം കടപുഴകി വീണതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഈ മരം വീണ് മേൽക്കൂര തകർന്ന് ഇതിൻ്റെ മറ്റ് മരക്കൊമ്പുമൊക്കെ മുറിക്കുള്ളിലേക്ക് വീണ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അത് ഒന്ന് ഒരു SI, ഒന്നൊരു ഹവീൽദാർ, ഒന്ന് കോൺസ്റ്റബിൾ, അങ്ങനെ 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. തലയ്ക്കും കൈക്കും കാലിനും ഒക്കെയാണ് പരിക്കുകൾ ഏറ്റിട്ടുള്ളത്. കാരണം ഈ മരം ഒടിഞ്ഞു വീണപ്പോൾ ഉണ്ടായ ആഘാതത്തിൽ നിന്നുള്ള പരിക്കുകളാണ്. തുടർന്ന് ഇവരെ 3 പേരെയും സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് SAP ക്യാമ്പ് നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, തലസ്ഥാന ജില്ലയിൽ അതിശക്തമായ കാറ്റാണ് വീശുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലടക്കം 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ കാറ്റ് ശക്തമാകുന്നുണ്ട്. തീരദേശ മേഖലകളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റ് വരും മണിക്കൂറിലും ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് കൂടി വരികയാണ്. ഇന്ന് രാവിലെ വരെ തലസ്ഥാനം അടക്കമുള്ള 14 ജില്ലകളിലും സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് വന്നിട്ടുള്ള മുന്നറിയിപ്പിൽ 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് വരികയാണ്. ആലപ്പുഴ, ഒപ്പം തന്നെ എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഒപ്പം തന്നെ വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലയ്ക്കും കോട്ടയം ജില്ലയ്ക്കും ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. ഇടുക്കി മുതൽ കോഴിക്കോട്, വയനാട് വരെയുള്ള ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. 4 ജില്ലകൾ ഒഴികെ 10 ജില്ലകൾക്കും ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇനിയിപ്പോൾ ഉച്ചയോടുകൂടി ഈ കാലാവസ്ഥ മാറാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തെളിയുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ഏകോപന പ്രവർത്തനങ്ങളൊക്കെയാണ് സർക്കാർ തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ വൈദ്യുതി ലൈനുകൾക്കും പോസ്റ്റുകൾക്കും ഒക്കെ മുകളിലേക്ക് മരം കടപുഴകി വീണുള്ള അപകടമാണ് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ശക്തമാകുന്നത്. ഏകദേശം 22-ലധികം വരുന്ന ജീവനുകൾ മഴക്കെടുതിയിൽ പൊലിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ മറ്റന്നാൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂളുകൾ തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊരു കൂടിയാലോചന അനിവാര്യമാണ് എന്നൊരു ആവശ്യം ചില അധ്യാപക സംഘടനകളും രക്ഷകർത്താ സംഘടനകളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാഹചര്യം മാറുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മഴ ശക്തമാവുകയാണെങ്കിൽ, മഴ കനക്കുകയാണെങ്കിൽ അതിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മഴക്കെടുതി സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നു. തലസ്ഥാന ജില്ലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ അതിശക്തമായ തീരദേശ കാറ്റടക്കം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാണ്. 3 മീറ്ററിന് മുകളിൽ ഉയർന്ന തിരമാലകൾ അടിക്കുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സമാനമായ കടൽക്ഷോഭം തീരദേശ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ്, തമിഴ്നാട് തീരങ്ങളിൽ പൂർണ്ണമായ വിലക്ക് കൂടി തുടരുകയാണ്. ഈ ഘട്ടങ്ങളിലും ഇവരുടെ നിർദ്ദേശങ്ങൾ മറികടന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ഒക്കെ മുന്നറിയിപ്പുകൾ മറികടന്ന് ചില വള്ളങ്ങളൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട്. അത് അപകടത്തിൽപ്പെടുന്നുണ്ട്, അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തീരദേശത്ത് നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മലയോര മേഖലകളിലും, ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലകളിലും അതീവ ജാഗ്രത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. കൂടാതെ തന്നെ സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ജല കമ്മീഷന്റെ ഭാഗത്തു നിന്നും വരികയാണ്. കൂടുതൽ ജില്ലകളിൽ, കൂടുതൽ നദികളിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രളയ മുന്നറിയിപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വരുന്നത്. അതിൽ ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ, ആറ്റിൽ, അതിൽ കോന്നി, GD,
GD സ്റ്റേഷനിലും മണിമല, തോന്ദ്ര, വള്ളംകുളം സ്റ്റേഷനിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഉപ്പള നദിയിലും നീലേശ്വരം, മൊഗ്രാൽ, ഷിറിയ അടക്കമുള്ള നദികളിലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ അച്ചൻകോവിൽ, നാലാട്ടുകവല സ്റ്റേഷനിൽ യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലും പത്തനംതിട്ട, തൃശൂർ ജില്ലകളിലെ ചില നദികളിലും പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. ഈ ജില്ലകളിൽ താമസിക്കുന്നവരും ഈ നദികൾക്ക് സമീപത്ത് താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജല കമ്മീഷന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ്. 2018 സമാനമായ സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ ജാഗ്രത പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ 108 ആംബുലൻസ് സർവീസുകൾ സജ്ജമായിരിക്കുകയാണ്. പ്രത്യേക വൈദ്യസഹായം അടക്കം അവർ നൽകുകയാണ്. 108ന്റെ ഔദ്യോഗികമായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെടാം എന്നുള്ളത് അവർ അറിയിക്കുന്നുണ്ട്. NDRFന്റെ പ്രത്യേക സംഘം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ തുടരുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ അടിയന്തര സഹായം നൽകണമെന്നുണ്ടെങ്കിൽ ആ ജില്ലകളിലേക്ക് NDRFന്റെ സംഘം എത്തുകയും ചെയ്യും. എന്തായാലും കരുതലോടെ കാത്തിരിക്കുകയാണ്. മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്. കാലവർഷം കനക്കുകയാണ്. രോഹിണി. അതെ, ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ മഴയാണ്. അത് മാത്രമല്ല അപകടകരമായ രീതിയിൽ പല നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ നദികളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ്. ശാലിനി, അതോടൊപ്പം തന്നെ ഈ പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ടല്ലോ. പലപ്പോഴും ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ പലരും വീട് വിട്ട് മാറാനൊരു വിമുഖത കാണിക്കാറുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നും പാടില്ല. കൃത്യമായ നിർദ്ദേശാനുസരണം തന്നെ ഇവർ വീട് വിട്ട് മാറണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വരുന്നുണ്ട്.